ഹലോ കൂട്ടുകാരെ, എല്ലാവരും വന്നോളൂ. ഇന്നത്തെ എൻ്റെ മൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്പഴമാണ്. അന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു എൻ്റെ ടെറസിൽ നിന്ന് അമ്പഴം ഡ്രമ്മിൽ വെച്ചിരുന്നേ. ഞങ്ങളതിനെ താഴോട്ട് മണ്ണിനകത്തിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ നിറയെ കായുണ്ട്, നല്ലവണ്ണം പൂത്ത് വരുന്നുണ്ടെല്ലാം. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എൻ്റെ ചെടികളെല്ലാം മരങ്ങളെയെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ജാതിയാണ്, ഇത് നമ്മുടെ സാധാ ചാമ്പയാണ്. പിന്നെ തെങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആങ്ങളേക്കാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തതാണ് മാവേ. ബംഗാളിക്കാർ പിള്ളേരായിരുന്നു, അവർ കൊണ്ട് കൊടുത്തതായിരുന്നു ഈ മാവ്. റെഡ് മാമ്പഴമാണെന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഈ മാവ് നമ്മുടെ കാലാപ്പാടിയാണ്. ഇതെനിക്ക് മേളിൽ ഡ്രമ്മിൽ നിന്ന് 2 പ്രാവശ്യം എനിക്ക് മാങ്ങ ഉണ്ടായതാണ്. പിന്നെ ഞങ്ങളത് എല്ലാം താഴോട്ടിങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലിയാണ്. എൻ്റെ വിയറ്റ്നാം ഏർലി ചക്ക കായ്ച്ചതായിരുന്നു, പക്ഷേ അതങ്ങ് ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ വാങ്ങി വെച്ചതാണ്. ഇത് നമ്മുടെ വെള്ളച്ചാമ്പയാണ്. ഈ വെള്ളച്ചാമ്പ. ഇത് നമ്മുടെ ബെൽച്ചാമ്പ, ഭയങ്കര മധുരമുള്ള ചാമ്പയില്ലേ, അതാണ്. പിന്നെ ഇത് നമ്മുടെ ഞാവലാണ്, നമ്മുടെ സാധാരണ വയലറ്റ് കളറുള്ള ഞാവൽപ്പഴം. പിന്നെ ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്, വെള്ള. ഇതെല്ലാം മേളിലിരുന്നതായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് മറ്റിട്ട് കുറേ നാളായി. ഇതെല്ലാം മേളിലിരുന്നായിരുന്നു, ഇപ്പം എല്ലാം താഴെ കൊണ്ടുവന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് എനിക്ക് നല്ലതായിട്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ റംബൂട്ടാനാണ്. ഞങ്ങൾക്ക് ഇതുവരെ കായ്ച്ചിട്ടില്ല. റംബൂട്ടാൻ ഇത്രയും നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗായ്സ്. അവിടെ നെല്ലിയുണ്ട്. ഇതാണ് ആ റെഡ് മാമ്പഴമെന്ന് പറഞ്ഞത്. പിന്നെ ഇതും ഒരു വിയറ്റ്നാം ഏർലിയാണ്. ഇത് ഞങ്ങളുടെ നെല്ലിമരമാണ്. ഇത് മുള്ളാത്തയുടെ ഒരു വകഭേദമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ശരിക്കും ഒരു ആത്തക്കയുടെ തന്നെ ഒരു ഇതാണ്. ഇതും ഒരു മാവിനമാണ്, എന്തോ ആ പേരെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.